ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായ് 2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാച്ചി കി കഹാനി. ഇക്കായ് 2 പൽത്തെ റിഷ്തെ. ബന്ധങ്ങളാണ് റിഷ്തെ. പൽത്തെ റിഷ്തെ എന്ന് പറഞ്ഞാൽ വളരുന്ന അല്ലെങ്കിൽ പരിപാലിക്കപ്പെടുന്ന ബന്ധങ്ങൾ. ഹാച്ചി കി കഹാനി ഇതൊരു കഥയാണ്. ഹാച്ചിയുടെ കഥ. ഇത് എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. ഇതൊരു ലോങ് സ്റ്റോറിയാണ്. അതുകൊണ്ട് ഓരോ വാക്കുകളുടെയും അർത്ഥം അപ്പം പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചാപ്റ്റർ എക്സ്പ്ലനേഷന് ശേഷം അത് ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. 1923 का समय 1923 സമയം. ആ കാലത്തുള്ള ഒരു കഥയാണ്. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर यूएनओ को कुत्ते का एक पिल्ला मिलता है. ജപ്പാനിന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയില് സഡക് പർ ടെഹൽത്തെ റോഡിലൂടെ നടക്കുകയായിരുന്ന പ്രൊഫസർ യുഎനോക്ക് കുത്തേക്ക എക് പില്ല മിൽത്താ ഹെ, ഒരു പട്ടിക്കുട്ടിയെ കിട്ടുകയാണ്, ഒരു നായ്ക്കുട്ടിയെ കിട്ടുകയാണ്. अकीता नस्ल का एक शानदार पिल्ला जिसके गले पर पट्टा बांधा है. അക്കീറ്റ നസ്ല എന്ന് പറഞ്ഞ നായയുടെ ഒരു വകഭേദമാണ്. അക്കീറ്റ നസ്ല ക ഏക് ഷാൻദാർ പില്ല, വളരെ നല്ലൊരു നായ്ക്കുട്ടി. ജിസ്കെ ഗലെ പർ, അതിന്റെ കഴുത്തിൽ പട്ടാ ബാന്ധാ ഹെ, അതിനൊരു കോളർ അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിയുടെ കഴുത്തിലൊക്കെ ഉണ്ടാവില്ലേ, ആളുകൾ വളർത്തുന്ന നായ്ക്കുട്ടിയുടെ കഴുത്തിലൊക്കെ ഉണ്ടാവുന്നത് പോലെയുള്ള ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. उस पर लिखा है ഹാച്ചി, അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഹാച്ചി. जापानी भाषा में हाची का अर्थ होता है आर्ट, वह अंग जिसे पूरा जापान बहुत सौभाग्यशाली मानता है. ഹാച്ചി ജപ്പാനി ഭാഷയിൽ ഹാച്ചി ക അർത്ഥ ഹോത്താ ഹെ, ഹാച്ചിയുടെ അർത്ഥം ആർട്ട്, 8 എന്നാണ് അതിന്റെ അർത്ഥം. വ അംഗ് ജിസെ പൂരാ ജപ്പാൻ, മുഴുവൻ ജപ്പാനും ആ ഒരു അക്കത്തെ ബോത്ത് സൗഭാഗ്യശാലി മാൻതാ ഹെ, വളരെ സൗഭാഗ്യശാലി ആയിട്ടുള്ള ഒരു നമ്പർ. നമ്മൾ പറയില്ലേ നമ്മുടെ ലക്കി നമ്പർ ആണ് ഇത് എന്ന്. അപ്പൊ മുഴുവൻ ജപ്പാനിലും ഒരു ലക്കി നമ്പർ ആയിട്ട് വിചാരിക്കുന്ന നമ്പർ ആണ് 8. അപ്പോ ഈ ഡോഗിന്റെ കഴുത്തില് ഹാച്ചി എന്നായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ മീനിങ് ആണ് ആർട്ട്, 8. लेकिन पिल्ला ऐसी मजबूर हालत में था कि लगे भाग्य का मारा है. എന്നാൽ ഈ നായക്കുട്ടി ऐसी मजबूर हालत में, ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു. ലഗേ കണ്ടാൽ തോന്നും, ഭാഗ്യ കാ മാരാ ഹെ, അതിനൊരു നിർഭാഗ്യം പിടിച്ചതാണ് അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത ഒരു അവസ്ഥയിലായിട്ടുള്ള നായക്കുട്ടിയാണെന്നാണ് അതിനെ കണ്ടാൽ തോന്നുന്നത്. പ്രൊഫസറിനെ തൈ കിയാ കി मैं इस कुत्ते के मालिक को ഖോജൂങ്ക, അങ്ങനെ പ്രൊഫസർ വിചാരിച്ചു, ഞാൻ ഇതിന്റെ ഉടമസ്ഥനെ ഖോജൂങ്ക, കണ്ടുപിടിക്കും. ജബ് തക് വോ നഹി മിലേഗ യേ മേരെ സാത്ത് ഹി രഹേഗ, അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുന്നത് വരെ, ജബ് തക് വോ നഹി മിലേഗ യേ മേരെ സാത്ത് ഹി രഹേഗ, അത് എന്റെ കൂടെ തന്നെ താമസിക്കും. उसे साथ लेकर वह रोज उसके मालिक को खोजने निकलते लेकिन वह कहीं नहीं मिला. ആ നായ്ക്കുട്ടിയെയും കൂട്ടി ഈ പ്രൊഫസർ എല്ലാ ദിവസവും റോസ് ഉസ്കെ മാലിക്കോ ഖോജ്നെ നികൽത്തെ, അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങും. ലേക്കിൻ വഹ് കहीं नहीं मिला, ഒരിടത്തും അയാളെ കണ്ടെത്താൻ പറ്റിയില്ല. रोज के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. രണ്ടുപേരും ഇങ്ങനെ കുറെ ദിവസമായി ഒരുമിച്ച് കഴിയുകയാണ്. അതുപോലെ ഒരുമിച്ച് ഉടമസ്ഥനെ തപ്പിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു ഒരുമിച്ചുള്ള ജീവിതം കൊണ്ട് ദോനോ മേ ഏസാ ലഗാവ് ബൻ ഗയാ, അവര് തമ്മിൽ സ്നേഹബന്ധം രൂപപ്പെട്ടു. ഹാച്ചി അബ് ഉൻകോ അപ്ന മാലിക് മാനനെ ലഗാ, ഇതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി, ഹാച്ചി അദ്ദേഹത്തെ തന്നെ തന്റെ ഉടമസ്ഥനായിട്ട് കണക്കാക്കാൻ തുടങ്ങി. प्रोफेसर की पत्नी को शुरू में हाची पसंद नहीं आया.
പ്രൊഫസർ കി പത്നി അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ശുരൂമേ ആദ്യമാദ്യം സ്റ്റാർട്ടിങ്ങിൽ ഹാച്ചി പസന്ത് നെയ് ആയ, ഹാച്ചിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. लेकिन उसकी सुंदरता और प्रोफेसर के प्रति उसके स्नेह ने उनका दिल पिघला दिया. എന്നാൽ ആ ഒരു നായക്കുട്ടിയുടെ സുന്ദരത, അതിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ ഭംഗിയും അതുപോലെ തന്നെ അതിന് പ്രൊഫസർ കെ പ്രതി സ്നേഹം എന്ന് പറഞ്ഞ പ്രൊഫസറോടുള്ള ആ ഒരു സ്നേഹവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സലിഞ്ഞു. അവർക്കും അതിനോട് ഇഷ്ടം തോന്നി തുടങ്ങി. സമയ ബിതാഗയ, ദിവസങ്ങൾ എങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, അവരുടെ രണ്ടുപേരുടെയും ദോസ്തി, ഫ്രണ്ട്ഷിപ്പ്, അവരുടെ സുഹൃത്ത് ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതായിട്ട് മാറി. പ്രൊഫസർ സുബഹ ട്രെയിൻ പകഡ്കർ ദഫ്തർ ജാത്തെ ഓർ ഷാം കോ ലോട്ട് കർ ഹാച്ചി കെ സാത്ത് ഖേൽത്തെ. അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എങ്ങനെയാണ്? പ്രൊഫസർ സുബഹ ട്രെയിൻ പകഡ്കർ ദഫ്തർ ജാത്തെ, എല്ലാ ദിവസവും രാവിലെ ട്രെയിൻ പിടിച്ചിട്ട് ദഫ്തറിലേക്ക് പോകും. ഓർ ഷാം കോ, അതിനുശേഷം വൈകുന്നേരം ലോട്ട്കർ, തിരിച്ചു വന്നിട്ട് ഹാച്ചി കെ സാത്ത് ഖേൽത്തെ, ഹാച്ചിയുടെ കൂടെ കളിക്കും. एक सुबह हाची भी प्रोफेसर के पीछे पीछे चलता हुआ സ്റ്റേഷൻ പहुंच गया. ഒരു ദിവസം ഹാച്ചിയും പ്രൊഫസർ കെ പീച്ചെ പീച്ചെ, പ്രൊഫസറുടെ പിന്നാലെ ചൽത്താ ഹുവ, പോയിട്ട് സ്റ്റേഷൻ പहुंच गया, സ്റ്റേഷനിലെത്തി. ഉൻകോ ബഹുത് അജീബ് ലഗാ, അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അജീബ് ലഗ, ഒരു വിചിത്രമായി തോന്നി. ഒരു നായ ഇങ്ങനെ എന്റെ കൂടെ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, ഒരു വിചിത്രമായിട്ട് തോന്നി. ഉനോനെ സംജാന ചാഹ, അദ്ദേഹത്തിന് അവനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. ലേക്കിൻ ഹാച്ചി ഘർ ലോട്ട്നേക്കോ രാസി നെയ് ഥാ, എന്നാൽ ഹാച്ചിക്ക് തിരിച്ചു പോകാൻ ഒട്ടും സമ്മതമായിരുന്നില്ല. ആഖിർ പ്രൊഫസർ ഖുദ് ഉസേ ഘർ തക് ചോഡ്കർ ആയേ ഓർ ദഫ്തർ ദേർ സെ ഗയ. എത്ര പറഞ്ഞിട്ടും ഹാച്ചി വീട്ടിലേക്ക് തിരിച്ചു പോകാതിരുന്നപ്പോ ആഖിർ അവസാനം പ്രൊഫസർ ഖുദ് ഉസേ, പ്രൊഫസർ സ്വയം തന്നെ അതിനെ ഘർ തക് ചോഡ്കർ ആയേ, അതിനെയും കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി. ഓർ ദഫ്തർ ദേർ സെ ഗയ, എന്നിട്ട് അന്ന് ഓഫീസിലേക്ക് വളരെ വൈകിയാണ് പോയത്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकल तो देखा बाहर सड़क पर हाची उनका इंतजार कर रहा था. വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ട്രെയിൻ സെ ഉതർക്കർ, ട്രെയിനിൽ നിന്ന് ഇറങ്ങി, അപ്നെ സ്റ്റേഷൻ കെ ഫാടക് സെ നിക്ലേ തോ, ആ സ്റ്റേഷന്റെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. തോ ദേഖ, അപ്പോഴാണ് കണ്ടത് ബാഹർ സഡക് പർ ഹാച്ചി ഉൻക ഇന്തസാർ കർ റഹാ താ, പുറത്ത് റോഡില് ഹാച്ചി അദ്ദേഹത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വയ ഉൻകെ സാത്ത് സാത്ത് പെദൽ ഘർ ലോട്ടാ, അവൻ അദ്ദേഹത്തോടൊപ്പം നടന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഘർ ലോട്ടാ. ഫിർ തോ യേ റോസ് കാ സിൽസില ബൻ ഗയാ, അതിനുശേഷം ഇതൊരു ദിവസേനയുള്ള പതിവായി മാറി. റോസ് കാ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവുമുള്ള കാര്യമായി മാറി. हर सुबह हाची प्रोफेसर को छोड़ने स्टेशन तक जाता और शाम को उनके आने से पहले ही स्टेशन के बाहर बैठकर उनका इंतजार करने लगता. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ ഹാച്ചി പ്രൊഫസറിനെ വിടാൻ വേണ്ടി സ്റ്റേഷൻ തക് ജാത്ത, സ്റ്റേഷൻ വരെ പോകും. और शाम को, അതുപോലെ വൈകുന്നേരം ഉൻകെ ആനെ സെ പെഹ്ലെ ഹി, അദ്ദേഹം വരുന്നതിന് മുന്നേ തന്നെ സ്റ്റേഷൻ കെ ബാഹർ, സ്റ്റേഷനിന് പുറത്ത് ബൈഠ്കർ ഉൻക ഇന്തസാർ കർനെ ലഗ്ത, അദ്ദേഹത്തിന് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഫിർ സാത്ത് സാത്ത് ഘർ ആത്ത ഉച്ചൽത്തെ പുലക്തെ, അതിനുശേഷം തുള്ളി ചാടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഘർ ആത്ത, വീട്ടിലേക്ക് വരും. एक शाम हाची സ്റ്റേഷൻ के बाहर बैठकर इंतजार कर रहा था. ഒരു വൈകുന്നേരം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈഠ്കർ, സ്റ്റേഷന്റെ പുറത്തിരുന്നിട്ട് ഇന്തസാർ കർ റഹാ താ, അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യായിരുന്നു. ബഹുത് ദേർ ഹോ ഗയി ലേക്കിൻ പ്രൊഫസർ ലോട്ട്കർ നഹി ആയേ, വളരെ സമയമായി, ലേക്കിൻ പ്രൊഫസർ ലോട്ട്കർ നഹി ആയേ, പ്രൊഫസർ തിരിച്ചു വന്നില്ല. രാത് ഹോ ഗയി, രാത്രിയായി.
बर्फ गिरने लगी पर ना तो प्रोफेसर आए ना ही हाची उस जगह से हिला. മഞ്ഞ് പെയ്യാൻ തുടങ്ങി. ബർഫ് ഗിർനെ ലഗി എന്ന് പറഞ്ഞാൽ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. पर ना तो प्रोफेसर आए, പ്രൊഫസറും വന്നില്ല. നാഹി ഹാച്ചി ഉസ് ജഗ സെ ഹില, ആ സ്ഥലത്ത് നിന്ന് ഹാച്ചി ഇളകിയതുമില്ല. ഹാച്ചി അവിടെ തന്നെ ഇരുന്ന് പ്രൊഫസറിനെ കാത്തിരിക്കുകയാണ്. दरअसल उस दोपहर को दफ्तर में प्रोफेसर का निधन हो गया था. സത്യത്തില് ഉസ് ദൊബേർ, ആ ദിവസം ഉച്ചയ്ക്ക് ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോ ഗയ എന്ന് പറഞ്ഞ പ്രൊഫസർ മരിച്ചു പോയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വെച്ച്. അബ് ഉനെ കബി നെയ് ലോട്ട്നാഥ, അതിനുശേഷം ഇനി അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. ലേക്കിൻ ഹാച്ചി കോ യേ ബാത് കേസെ പതാ ചൽ സക്തി ഥി, എന്നാ ഹാച്ചിക്ക് ഈ കാര്യം എങ്ങനെ മനസ്സിലാകും? കാരണം ഹാച്ചി എല്ലാ ദിവസവും പ്രൊഫസർ വരുന്നതും കാത്ത് അവിടെ ഇരിക്കും അല്ലെ. അപ്പൊ പ്രൊഫസർ മരിച്ചുപോയി, പ്രൊഫസറിന് ഇനി ഒരിക്കലും അവിടേക്ക് വരാൻ പറ്റില്ല. ഈ കാര്യം ഹാച്ചിക്ക് മനസ്സിലാകാനും ഒരു വഴിയുമില്ല. उसे तो बस इतना समझ आया कि उसका दोस्त इस जगह ट्रेन से उतर कर हर रोज उसके पास लौट आता था, आज नहीं लौटा है. അതിനാകെ ഇത്ര മാത്രമേ മനസ്സിലായുള്ളൂ. എന്താണ്? ഉസ്കെ ദോസ്ത് ഇസ് ജഗ, അവന്റെ സുഹൃത്ത് ഈ ഒരു സ്ഥലത്ത് ട്രെയിൻ സെ ഉതർക്കർ ഹർ റോജ് ഉസ്കെ പാസ് ലൂട്ടാത്ത, ട്രെയിനിൽ നിന്നിറങ്ങി എല്ലാ ദിവസവും അവന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. ആജ് നഹി ലോട്ടാ ഹെ, ഇന്ന് വന്നിട്ടില്ല. ഹോ സക്താ ഹെ ദോടി ദേർ ബാദ് ആ ജായേ, ചിലപ്പോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുമായിരിക്കും. देर रात प्रोफेसर के परिजन उसे जबरन घर ले आए, लेकिन अगली सुबह हाची फिर उसी जगह आकर बैठ गया. देर रात, രാത്രി വളരെ വൈകിയപ്പോ പ്രൊഫസർക്ക് പരിജൻ, പ്രൊഫസറിന്റെ വീട്ടുകാര് ജബ്ദർ ഘർ ലേ ആയേ, അതിനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ലേക്കിൻ അഗ്ലി സുബ, അടുത്ത ദിവസം രാവിലെ തന്നെ ഹാച്ചി ഫിർ, ഹാച്ചി വീണ്ടും ഉസി ജഗ ആക്കർ ബൈഠ് ഗയ, അതേ സ്ഥലത്ത് പോയി ഇരിക്കാൻ തുടങ്ങി. ഉസേ വിശ്വാസ് था कि प्रोफेसर रोज की तरह स्टेशन के उस दरवाजे से निकल कर आएंगे. അവൻ ഉറപ്പായിരുന്നു എല്ലാ ദിവസവും പോലെ തന്നെ പ്രൊഫസർ സ്റ്റേഷൻ കെ ഉസ് ദർവാസേസെ, സ്റ്റേഷന്റെ ആ വാതിലിലൂടെ ഇറങ്ങി ആയെങ്കെ, ഇവിടേക്ക് വരുമെന്ന് അവൻ അത്ര ഉറപ്പായിരുന്നു. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവൻ ഓടിപ്പോയി സ്റ്റേഷന്റെ പുറത്ത് കാത്തിരിക്കാൻ തുടങ്ങി. उससे प्यार करेंगे और फिर वे दोनों खेलते टहलते घर लौटेंगे. അങ്ങനെ വന്നതിന് ശേഷം അവനോട് വളരെ സ്നേഹം കാണിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി സ്നേഹത്തോടെ കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് മടങ്ങും. वो रोज सुबह स्टेशन के बाहर उसी जगह बैठ जाता और देर रात घर लौट आता. അതിനുശേഷം എല്ലാ ദിവസവും രാവിലെ അവൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. എന്നിട്ട് അതിന്റെ പുറത്ത് പ്രൊഫസറിനെ കാത്തിരിക്കും. വളരെ വൈകി രാത്രി ആയാൽ മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോകും. कुछ समय बाद प्रोफेसर की पत्नी ने मकान बेच दिया और दूसरे शहर चली गई. കുറെ കാലത്തിന് ശേഷം, കുറെ ദിവസങ്ങൾക്ക് ശേഷം പ്രൊഫസർ കി പത്നി, പ്രൊഫസറിന്റെ ഭാര്യ മകാൻ ബേച്ച് ദിയ, ആ വീട് വിറ്റു, അവര് താമസിച്ചിരുന്ന വീട് മറ്റൊരാൾക്ക് വിറ്റു. और दूसरे शहर चली गई, വേറൊരു നഗരത്തിലേക്ക് പോയി. वह अपने साथ हाची को भी लेती गई थी, लेकिन हाची वहां से भाग आया और स्टेशन की बाहर ठीक उसी जगह पर बैठकर फिर से इंतजार करने लगा. അവര് പോകുന്ന സമയത്ത് അപ്നെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി ഥി, ഹാച്ചിയെയും അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ, എന്നാൽ ഹാച്ചി വഹാൻ സെ ഭാഗ് ആയ, ഹാച്ചി അവിടെ നിന്ന് ഓടി വന്നു. और സ്റ്റേഷൻ കെ ബാഹർ ठीक उसी जगह पर, സ്റ്റേഷന്റെ പുറത്ത് അവൻ സ്ഥിരമായി പ്രൊഫസറിനെ കാത്തിരിക്കുന്ന അതേ സ്ഥലത്ത് ബൈഠ്കർ, അവിടെ ഇരുന്നിട്ട് ഫിർ സെ ഇന്തസാർ കർനെ ലഗ, വീണ്ടും പ്രൊഫസറിനെ കാത്തിരിക്കാൻ തുടങ്ങി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹചാൻതെ ഥേ, സ്റ്റേഷന്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ, ലോഗ് ഇവനെ എല്ലാ ദിവസവും കാണുന്നുണ്ടല്ലോ, ആളുകൾക്കൊക്കെ ഇതിനെ തിരിച്ചറിയുമായിരുന്നു. പഹചാൻതെ ഥേ. വേ ലോഗ് ഹാച്ചി കോ ഖാന ഖിലാ ദേത്തെ, അവരൊക്കെ ഹാച്ചിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. വ ദിൻ ഭർ സ്റ്റേഷൻ കോ ദേഖ്താ രഹതാ,
ദിവസം മുഴുവൻ അവൻ ആ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ട്രെയിൻ ആത്തി തോ അച്ചക് അച്ചക് കർ അപ്നെ പ്രൊഫസർ കോ ഖോജാ കർത്ത. ഓരോ ട്രെയിൻ വരുമ്പോഴും അവൻ ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് അവന്റെ പ്രൊഫസറിനെ ഈ ആളുകൾക്കിടയിൽ ഖോജാ കർത്ത തിരയുമായിരുന്നു. രാത് ഹോത്തി സിർ ജുക്കാക്കർ വഹ് യാർഡ് മേ സോനെ ചലേ ജാത്ത. രാത്രിയാവുന്ന സമയത്ത് സിർ ജുക്കാക്കർ തല താഴ്ത്തി അവൻ യാർഡിൽ പോയിട്ട് കിടന്നുറങ്ങും. एक साल, 2 साल, 3 साल, पूरे 9 साल और 9 महीने तक हाची ठीक उसी जगह बैठ अपने प्रोफेसर का इंतजार करता रहा, जिसे एक सुबह उसने ट्रेन में बिठाकर विदा किया था. ഒന്നും രണ്ടും ദിവസമല്ല, एक साल, 2 साल, ഒരു വർഷം, 2 വർഷം, 3 വർഷം, पूरे 9 साल और 9 महीने, 9 വർഷവും 9 മാസം തക് ഹാച്ചി ടീക് ഉസി ജഗ ബൈഠ് അതേ സ്ഥലത്ത് ഇരുന്നിട്ട് അപ്നെ പ്രൊഫസർ ക ഇന്തസാർ കർത്താ രഹാ, അതിന്റെ പ്രൊഫസറിനെ കാത്ത് ഇരുന്നു. ജിസെ ഏക് സുബഹ ഉസ്നെ, ആ പ്രൊഫസറിനെ ഒരു ദിവസം അവൻ ട്രെയിനില് ബിടാക്കർ വിദാ കിയാതാ അല്ലെ, ട്രെയിനില് അദ്ദേഹം കയറിപ്പോയി, അദ്ദേഹത്തിനെ വിട്ട് ഹാച്ചി അവിടെ നിന്ന് പോയതാണ്. അദ്ദേഹം പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. ആ പ്രൊഫസറിന് വേണ്ടി 9 വർഷവും 9 മാസവും അതേ സ്ഥലത്തിരുന്ന് എല്ലാ ദിവസവും അവൻ കാത്തിരിക്കുമായിരുന്നു. ലേക്കിൻ ജോ ഫിർ കബി ലോട്ട് കർ നഹീ ആയാ, പക്ഷെ ഒരിക്കലും അദ്ദേഹം പിന്നെ തിരിച്ചു വന്നില്ല. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാച്ചി കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹീ പടാ. തണുപ്പും ചൂടും, ബർസാത്ത് എന്ന് പറഞ്ഞാൽ മഴയും, ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞുവീഴ്ചയും ഒക്കെ വന്നുപോയി ഈ കാലങ്ങൾക്കിടയിൽ. എന്നാൽ ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹീ പടാ, ഇതൊന്നും ഹാച്ചിയെ ബാധിച്ചതേ ഇല്ല. അവൻ അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. बीच में कभी किसी बरस प्रोफेसर की पत्नी अपने पति की कब्र पर फूल चढ़ाने आ जाती, तब वह हाची के साथ सड़क पर बैठकर रोती रहती. അതിനുശേഷം എപ്പോഴെങ്കിലുമൊക്കെ, ഏതെങ്കിലും വർഷത്തിൽ ഒരിക്കലോ എപ്പോഴെങ്കിലുമൊക്കെ പ്രൊഫസർ കി പത്നി, പ്രൊഫസറുടെ ഭാര്യ, അപ്നെ പതിക്ക് കബ്ർ, അദ്ദേഹത്തിന്റെ കുഴിമാടത്തിൽ, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയ സ്ഥലത്ത് ഫൂൽ ചടാനെ ആ ജാത്തി, അവിടെ പൂക്കൾ വെക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തബ് വഹ് ഹാച്ചി കെ സാത്ത് സഡക് പർ ബൈഠ്കർ റോത്തി രഹത്തി, അവര് ഹാച്ചിയുടെ കൂടെ ആ റോഡിൽ ഇരുന്ന് കരയുമായിരുന്നു. और शायद उस मूक जानवर के प्रेम, समर्पण व प्रतीक्षा पर अचरज करती. उस मूक जानवर, ആ മിണ്ടാപ്രാണിയുടെ പ്രേം, പ്രതീക്ഷ, അതിന്റെ സ്നേഹവും സമർപ്പണവും അതുപോലെ അതിന്റെ കാത്തിരിപ്പും ഒക്കെ കണ്ടിട്ട് അവര് അച്രജ് കർത്തി, അവര് അത്ഭുതപ്പെടുകയും ചെയ്യുമായിരുന്നു. സമയ കെ സാത്ത് ഹാജി ബൂഢാ ഹോ ഗയ, അങ്ങനെ കാലം കഴിയുന്നതിനനുസരിച്ച് ഹാച്ചി വയസ്സനായിക്കൊണ്ടിരുന്നു. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർന നഹി ചോടാ, എന്നാലും അവൻ അവന്റെ കാത്തിരിപ്പ് ഒരിക്കലും അവസാനിപ്പിച്ചില്ല. 1935 മേ, 1935 ഉസി ജഗ ബൈഠെ ബൈഠെ ഉസ്നെ ദം തോട് ദിയാ, അതേ സ്ഥലത്ത് ഇരുന്നിരുന്ന് അവനും മരിച്ചുപോയി. ഉസ് സമയ ബർഫ് ഗിർ രഹി ഥി, ആ സമയത്ത് മഞ്ഞ് വീഴുകയായിരുന്നു. മരേ ഹുയെ ഹാച്ചി കി കുലി ആംഖോं को ജैसे अब भी इंतजार था, മരിച്ചു വീണ് കിടക്കുന്ന ഹാച്ചിയുടെ കണ്ണ് നോക്കിയാൽ അതിപ്പോഴും അവന്റെ പ്രൊഫസറിനെ, അല്ലെങ്കിൽ അതിപ്പോഴും ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു. ഈ മിണ്ടാപ്രാണി അതിന്റെ യജമാനനോട് എത്രയധികം കൂറുള്ളവനും സ്നേഹമുള്ളവനുമാണെന്നൊന്ന് ഓർത്തു നോക്കിയേ. അദ്ദേഹം മരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഓരോ ദിവസവും അദ്ദേഹം തിരിച്ചു വരുന്നു വിചാരിച്ചിട്ട് ആ നായ്ക്കുട്ടി ആ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു. ഈ ബോക്സുകളിലൊക്കെ ഓരോ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. സർദി, ഗർമി, ബർസാത്ത്, ബർഫ്, ഹാച്ചി കോ ഇൻ സബ്സെ കോയി ഫറക് നെയ് പടാ, ഇസ്സെ ക്യാ താത്പര്യ ഹൈ. തണുപ്പും ചൂടും മഴയും മഞ്ഞുവീഴ്ചയും ഒന്നും ഹാച്ചിക്ക് ഒരു പ്രശ്നമല്ലായിരുന്നു. എന്ത് കഷ്ടപ്പെട്ടായാലും അതൊന്നും ഒരു കഷ്ടപ്പാടായിരുന്നില്ല ഹാച്ചിക്ക്. കാരണം അവന്റെ കാത്തിരിപ്പ് അത്രയ്ക്കും
ദൃഢമായിരുന്നു. അവൻ പ്രൊഫസറിനെ കാത്തിരിക്കുക. ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളത് അവന് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. മരെ ഹുയെ ഹാച്ചി കി ഖുലി ആങ്കോं को जैसे अब भी इंतजार था. ആ മരിച്ചു കിടക്കുന്ന ഹാച്ചിയുടെ കണ്ണിൽ നോക്കിയാൽ ഇപ്പോഴും ആ കാത്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ ചിന്തകൾ സംസാരിക്കുക ക്ലാസ്സിൽ. ഹാച്ചി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ. ഇത് ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആ. ഇത് ശരിക്കും നടന്ന ഒരു കഥയാണ്. അതുകൊണ്ട് തന്നെ ആ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് ആ ഹാച്ചിയുടെ ഓർമ്മയ്ക്ക് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലേ ഇത്. ആ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് അത് നോക്കുക. ഇനി വേറെ ഏതെങ്കിലും വാക്കിന്റെ അർത്ഥം അറിയാത്തായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൊടുക്കുക. ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് നമുക്ക് പാർട്ട് 2 വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ദയവായിട്ട് ഇത് ഷെയർ ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.